നമുക്കൊരു ചെറിയ ചിത്രം വരച്ച് തുടങ്ങാം. ഒരു ആദ്യം നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ആ ട്രയാങ്കിള് പേര് കൊടുക്കാം, PQR. നിങ്ങൾ അതുപോലെ തന്നെ റഫായിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കുക, PQR എന്ന് പേര് കൊടുക്കുക. ഈ PQRന്റെ ഓരോ സൈഡും നമ്മൾ അടയാളപ്പെടുത്തിയാണ്. ഇപ്പോൾ സൈഡ് അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് ലേശം കുറവുള്ളത്. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്ററും ഇത് 8 സെൻറ്റിമീറ്ററുമാണ്. ഈ ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ദേവനന്ദ വരച്ചു കഴിഞ്ഞോ എന്ന് ദേവനന്ദനാണ് ചോദിക്കുന്നത്. മറ്റുള്ള കുട്ടികളുടെ സമയം കണക്കിലെടുത്തോണ്ട് സൈഡ്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ PQR റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിന്റെ PQR എന്നതിലെ സൈഡ്സ് ആണ് 6, 8 and 10 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം ക്യൂവിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. അതിന് പേര് കൊടുത്ത് 10 സെന്റിമീറ്റർ ആണ്. QA എന്ന് പേര് കൊടുക്കുന്നു. QA is the perpendicular from right angle to vertex. ഇതിന്റെ ഈ കോർണറിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു ഈ സൈഡിലേക്ക്. നിങ്ങളുടെ ചോദ്യം ഇതാണ്, ഈ QAയുടെ നീളം എത്രയാണ്? ഇതിന്റെ നീളം എത്രയാണ്? ഞാൻ ഓപ്ഷൻ തരാം. 1.2 സെന്റിമീറ്റർ, 2.4 സെന്റിമീറ്റർ, 4.8 സെന്റിമീറ്റർ, 9.6 സെന്റിമീറ്റർ. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, ഞാൻ മെസ്സേജ് ഓൺ ചെയ്യാം. ഇപ്പം മെസ്സേജും വോയിസും ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ പറ്റും. പറയും. ഈ ചോദ്യം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ശരി, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. മലയാളത്തിൽ വേണോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വേണോ? മലയാളത്തിൽ. ചിത്രത്തിൽ ഒരു മട്ട ത്രികോണമാണ്. ആ PQRന്റെ വശങ്ങളാണ് 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ and 10 സെന്റിമീറ്റർ. മട്ട ത്രികോണമാണെന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ആ പറഞ്ഞ കുട്ടിയെ തോന്നുന്നു. ഇവിടെ ഈ സൈഡ് 6 ആണ്, ഈ സൈഡ് 8 ആണ്. അപ്പം നിങ്ങൾക്കറിയാം മട്ട ത്രികോണമാകുമ്പോൾ ഇത് 10 ആയിരിക്കും. കാരണം 6 × 6 36, 8 × 8 64, 64 36 കൂടി കൂട്ടിയാൽ 100 ആണ്. 100ന്റെ സ്ക്വയർ റൂട്ടാണ് 10. റെഡിയാണ്. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. മട്ടമൂലയിൽ നിന്നും വെർട്ടെക്സിൽ നിന്നും എതിർവശത്തേക്ക് വരച്ചിരിക്കുന്ന ലംബമാണ് ഈ QA എന്നത്. ചോദ്യം ഇതാണ്, ഈ QAയുടെ നീളം എത്രയാണ് എന്നാണ് ചോദ്യം. ദേവനന്ദ, കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? 4.8 ശരിയാണ്. 4.8 ശരിയാണ്. 4.8 ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം ഇത് 8നെ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 6 എത്രയാണ് അവിടെ? 48. 6 × 8 48 ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും ഉത്തരം. അപ്പോൾ 48നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4.8 ആണ്. ഇത് ഞാനൊന്ന് ക്ലിയർ ആക്കണമെങ്കിൽ ക്ലിയർ ആക്കി തരാം, വേണമെങ്കിൽ അങ്ങനെ പറയാം. ഈ 4.8 കിട്ടിയത് എങ്ങനെയാണെന്ന് പറയണോ? ഒന്നുകൂടി പറഞ്ഞ ഇത് തന്നെ പറഞ്ഞാൽ മതിയല്ലേ? 4 കിട്ടിയത് എങ്ങനെയാണെന്ന് പറയണം. ക്ലിയർ ആണ്. യെസ്, ഒന്നുമില്ല. ആദ്യം നമ്മൾ ഇത് ഈ രീതിയിൽ ഇത് വെർട്ടെക്സ് ഇവിടെ ലംബമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 8 × 6 48ന്റെ 48നെ ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4.8 കിട്ടും. ഇത് 4.8 ആണ് എന്നാണ് പറയുന്നത്. ഇനി അത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു റൈറ്റ് ആംഗിൾ ചരിച്ചു പിടിക്കുക. ചരിച്ചു പിടിച്ചിട്ട് ഇത് ബേസ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ഏരിയ എത്രയാണ്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണെന്ന് പറയും.
ഇതിന്റെ ഏരിയ എത്രയാണ്? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ്? ഓ ഓ ക്ലിയർ ആയില്ല. RPH. അങ്ങനെയാണെങ്കിൽ 8ഉം 6ഉം വശമുള്ള ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? അത് നിങ്ങളൊന്ന് പറയൂ, എത്രയാണ് ഏരിയ? ഓ 24. 8 × 6/2 ആണ്. 6×48 പകുതി 24 ഇതിന്റെ ഏരിയ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ചരിച്ചു പിടിക്കുക. ഇത് ബേസ് ആയിട്ട് എടുക്കുക. ഇത് ബേസ് ആയിട്ട് എടുത്താൽ നമുക്ക് ഇതിനൊരു പ്രത്യേകത. അതിന്റെ പ്രത്യേകത എന്താണ്? ബേസ് ഹൈറ്റും നമ്മൾ മാറുന്നു, പക്ഷെ ഏരിയക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് തിരിച്ചു പിടിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ ഹൈറ്റ്, ഈ ഹൈറ്റ് ഇത് h ഇൻറ്റു പിന്നെ 10/2 ഈസ് ഈക്വൽ ടു ഏരിയക്ക് യാതൊരു മാറ്റവും ഇല്ലാണ്ട് നമ്മൾ 48 തന്നെ കൊടുക്കുന്നു. കാരണം ഇതും തമ്മിൽ ഗുണിച്ചിട്ടാണ് നമുക്ക് 48 കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് h കാണുന്നു. ഈ h കാണണം. h കാണാൻ എന്താ ചെയ്യുക? 48 ഇവിടെ നമുക്ക് എങ്ങനെയത് വരുന്നതെന്ന് നോക്കിക്കോളൂ. 48 h × 10. h × 10 എത്രയാണ്? h × 10/2 ആണ് നമുക്ക് 24 കിട്ടിയത്. 24 ഇങ്ങനത്തെ കിട്ടിയത് 24. h സമം 24 × 2. h × 10 സമം 24/2. ഇനി നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം. h = 48/10 സമം 4.8. ഒന്നുകൂടി പറയണം. യെസ്, ഒന്നുകൂടി പറയാം. ശ്രദ്ധിച്ചോ. ആദ്യം നിങ്ങളിത് മനസ്സിലാക്കുക. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH, 1/2 × 8 × 6, അത് നിങ്ങൾക്കറിയാം 24 എന്ന് കിട്ടി. അതാണ് വെക്കുക. ഇനി ഈ ട്രയാങ്കിളിനെ ചരിച്ച് പിടിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എളുപ്പമാർഗം ഇതാണ്. 6 × 8 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6×48 10 കൊണ്ട് ഡിവൈഡ് 4.8 ആണ്. ഇനി ഇത് ചരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസും ഹൈറ്റും മാത്രം മാറുകയാണ്. ചരിച്ച് പിടിച്ചിട്ട് ഏരിയ മാറുന്നില്ല എന്നുള്ള കാര്യം അറിയാം. കാരണം ഏരിയ ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഏരിയ ഒന്ന് തന്നെയാണ്. അപ്പം ഏരിയ മാറുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞതുപോലെ ഈ h ഇൻറ്റു പറയൂ 10/2 ആണ് നിങ്ങൾക്ക് ഈ ഏരിയ 24. ഇനി h ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു ഈ /2 അപ്പുറം പോകുമ്പോൾ 24 × 2 എന്നായിട്ട് മാറും. ഇനി h ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 48. h is equal to 48 divided by 10, that is 4.8. അങ്ങനെയാണ് ഇത് 4.8 കിട്ടുന്നത്. അതിപ്പോ ഇവിടെ നോക്കിയാൽ തിരിയൂല. ഈ ഇത് ചരിച്ച് പിടിച്ചിട്ട് ആ രീതിയിൽ ഇത് ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ദേവനന്ദ, അതൊന്ന് വിവരിച്ചു കൊടുക്കാമോ? Half into 8 into 6 means 48/2 24. H into 10/2 എന്ന് പറയുന്നതാണ് 24. അപ്പോൾ h into 10 ആയിരിക്കും 24 into 2 എന്ന് വെച്ചാൽ 48. അപ്പം h എന്ന് പറയുന്നത് 48/10 ആണ്. അപ്പോൾ 4.8 നമുക്ക് നമ്മുടെ ഈ ബ്രെഡ് ആയിട്ട് ആ ഒരു QAന്റെ ലെങ്ത് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ RPH നമ്മൾ എങ്ങനെയാ കണ്ടത്? ഈ 6 ബേസും 8 ഹൈറ്റ് ആയിട്ട് എടുത്തതാണ്. അങ്ങനെയാണല്ലോ 1/2 × 6 × 8 നമ്മൾ ചെയ്യുന്നത്. ഇത് നേരെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബേസ് ആയിട്ട് എടുക്കുക.
അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നോക്കുന്ന സമയത്തും ഇത് അതേപോലെ തന്നെ ഈ ഏരിയക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏരിയക്ക് മാറ്റമില്ല എച്ച് മാത്രം നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. ശരി, അടുത്തതിലേക്ക് പോകാം. ഞാൻ അടുത്തത് ചില ജനറൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ആ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ചോദ്യങ്ങൾ പലപ്പോഴും 9 ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ചോദ്യം നിങ്ങൾ ഉണ്ടാക്കണം, സൂചന ഞാൻ തരാം. എങ്ങനെയായിരിക്കും ചോദ്യം വരിക എന്നതാണ് നിങ്ങൾ പറയേണ്ടത്. 9 കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് അധികം വരാറ്. അപ്പൊ ഞാൻ 29 എന്ന സംഖ്യ എടുത്തു. ആ 29 എന്ന സംഖ്യയെ ഞാൻ 2ഉം 9ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തു. അപ്പൊ എനിക്ക് 2 9 18 കിട്ടി. 2ഉം 9ഉം തമ്മിൽ ഞാൻ കൂട്ടി. അപ്പൊ എനിക്ക് 11 കിട്ടി. ഈ 18 വീണ്ടും 18ഉം 11ഉം ഞാൻ വീണ്ടും ആഡ് ചെയ്തപ്പോൾ എനിക്ക് 29ലേക്ക് തന്നെ തിരിച്ചു പോയി. ഇനി വേറെ സംഖ്യ എടുത്തു, 49. 49-ലെ 4ഉം 9ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ 36 കിട്ടുന്നു. 4 + 9 നമുക്ക് 13 കിട്ടുന്നു. 36 + 13 ആഡ് ചെയ്താൽ 49 കിട്ടുന്നു. ഞാൻ കണ്ണൂർ സെന്റ് തെരേസസിലെ കുട്ടികളോടാണ് ചോദിക്കുന്നത്. ആ കുട്ടികൾ ഇന്ന് ഇതിലുണ്ടോ? ഒരു കുട്ടിയുടെ പേര് പറയും. ഒരു കുട്ടി, ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് പറയും. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ സഹായിക്കും. ആരുമില്ല. ദേവനന്ദ, കുട്ടിയുടെ പേര് പറ. എന്താ പേരെന്താന്ന് പറയൂ. ഇഷ. ഏത് സ്കൂളാ? ഞാൻ വിളിച്ചത് കണ്ണൂരുള്ള കുട്ടിയാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് വരുന്നേ ഉള്ളൂ. കണ്ണൂരുള്ള സെന്റ് തെരേസ സ്കൂളിലെ ഒരു കുട്ടി മുന്നോട്ട് വരും. ധ്യാന. ഏത് സ്കൂളാ? ഓ, സെന്റ് ത്രീസസ് ആണ് അല്ലേ? എന്താണ് സെന്റ് ത്രീസസ്? ആ, ശരി. എന്താ മോളെ പേര് പറഞ്ഞത്? ധ്യാന. ധ്യാന, ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്തത് കണ്ടില്ലേ? 29-ലെ 2ഉം 9ഉം കൂടി ഗുണിച്ചു, 2ഉം 9ഉം കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 29 തിരിച്ചു വന്നു. 49 അങ്ങനെ ചെയ്തപ്പോഴും എനിക്ക് 49 തിരിച്ചു കിട്ടി. ധ്യാന, എന്റെ ചോദ്യം ഇതാണ്. ഇതിൽ നിന്ന് എങ്ങനെ എനിക്കൊരു ചോദ്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ദേവനന്ദ, ആ കുട്ടി പറഞ്ഞതൊന്ന്. ദേവനന്ദ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ, മറ്റുള്ള കുട്ടികള് അവിടെ രക്ഷിതാക്കളായിട്ട് സംസാരിക്കുന്നൊക്കെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. എന്താണ്? മറ്റുള്ള കുട്ടികള് മൈക്ക് മ്യൂട്ട് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, മൈക്ക് അബദ്ധത്തിൽ ഓൺ ചെയ്ത് അവിടുന്ന് സംസാരിക്കുന്ന കുട്ടികളെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യും. പിന്നെ കയറാൻ പറ്റില്ല. ദേവനന്ദ, കേൾക്കാമോ? യെസ്. മോളെ, ആ കുട്ടി പറഞ്ഞ കാര്യം ഒന്നുകൂടി നന്നാക്കി പറയാമോ? ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലവും തുകയും തമ്മിൽ കൂട്ടിയപ്പോൾ ഒരു സംഖ്യ, അവിടെ ഒരു ചെറിയ തിരുത്തി ഞാൻ തിരുത്തുന്നു. ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ എല്ലാ സംഖ്യകൾക്കും പറ്റില്ല. 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം. 2 ഡിജിറ്റ് നമ്പർ അല്ലേ ഞാൻ പറഞ്ഞത്? ആ, ഇനി പറയൂ. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലവും തുകയും തമ്മിൽ കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടി എങ്കിൽ ആ സംഖ്യയുടെ
അവസാനത്തെ അക്കം എത്ര? ഇങ്ങനെ ആ ചോദ്യം ആ രീതിയിൽ ചോദിക്കാം. നേരത്തെ പറഞ്ഞ കുട്ടിയോട് പറയുന്നു, ആ രീതിയിലെ ചോദ്യം ചോദിക്കാം. എ 2-digit number, its product and the sum. Add the product and the sum. Get the two-digit number again. A 2-digit number and its product and its digit sum will get the 2-digit number again. വീണ്ടും 2-digit നമ്പറിലേക്ക് തിരിച്ചു വരുന്നു. നമ്മുടെ ചോദ്യം ഇതായിരിക്കും, what is the digit in the ones place of that 2-digit number? What is the digit in the ones place of that 2-digit number എന്നായിരിക്കും ചോദ്യം. ഞാൻ മൈക്ക് ഒന്ന് ഓൺ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ കുട്ടിയെ ഇടാണ് ചോദ്യം. ആ കുട്ടി ഒന്ന് ഓൺ ചെയ്ത് പറയൂ, മൈക്ക് ഓൺ ചെയ്ത് പറയൂ. മോളെ, ഈ ചോദ്യം മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യാം. എ 2-digit number, the product and the sum of the 2-digit number, the sum of the product and sum of the 2-digit number, get the 2-digit number again. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലവും ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും തമ്മിൽ കൂട്ടിയാൽ ആദ്യത്തെ രണ്ടക്ക സംഖ്യയിൽ തന്നെ തിരിച്ചു വരുന്നുവെങ്കിൽ ആ രണ്ടക്ക സംഖ്യയുടെ വൺസ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 9 അവസാനിക്കുന്ന ഏതൊരു രണ്ടക്ക സംഖ്യയുടെയും അക്കങ്ങളുടെ ഗുണനഫലവും, അതായത് പ്രൊഡക്റ്റും, ആ 9 അവസാനിക്കുന്ന ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുകയും സമ്മും തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും ആ പഴയ രണ്ടക്ക സംഖ്യയിലേക്ക് തന്നെ തിരിച്ചു പോകും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഒരു ചോദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അത്തരം രണ്ടക്ക സംഖ്യയിലെ അക്കത്തിന്റെ അവസാനത്തെ അക്കം ഏത്, വൺസ് പ്ലേസ് ഏത് എന്ന് ചോദിക്കാം, യൂണിറ്റ് പ്ലേസ് ഏതെന്ന് ചോദിക്കാം. അപ്പൊ തിരിച്ചറിയേണ്ട കാര്യം ഇതേ ഉള്ളൂ. മോളെ, ഏതെങ്കിലും ഒരു രണ്ടക്ക സംഖ്യ പറയൂ. കണ്ണൂരുള്ള കുട്ടി 69. അത് 9 അവസാനിക്കുന്നതാണ്. വേറെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 69-ലെ 6ഉം 9ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 54. 6 + 9 എത്രയാണ് മോളെ? 15. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ വീണ്ടും 69ലേക്ക് തിരിച്ചു പോകുന്നു. പക്ഷെ വേറെ സംഖ്യക്ക് അത് കിട്ടില്ല. മോള് 3-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ നോക്കൂ. ഇപ്പൊ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഖ്യയിൽ അവസാനിക്കുന്ന നോക്കൂ. 54 തമ്മിൽ കൂട്ടി 9. 5-നെ 4 കൊണ്ട് ഗുണിച്ചു 20. 29 കിട്ടുന്ന 54 അല്ല. അപ്പോൾ ഈ 9-ൽ അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതാണ് ഒരു പ്രത്യേകത. ഇനി അടുത്ത 9-ൽ അവസാനിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. 9-ൽ അവസാനിക്കുന്നതിൽ 9-ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം ആ കണ്ണൂരുള്ള കുട്ടിയോട് വീണ്ടും ഞാൻ ചോദിക്കുന്നു. മോൾ ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 2-digit നമ്പർ പറയൂ. 28-ലെ ഇപ്പോൾ ഈ 28 9-ന്റെ മൾട്ടിപ്പിൾ ആണോ? ആ കുട്ടി തന്നെ മറുപടി പറയട്ടെ, ഞാൻ സഹായിക്കും. മറ്റുള്ള കുട്ടികൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. ഈ 28 9-ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. കാരണം 9-ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അത് കൂട്ടിയാൽ 9 കിട്ടണം, അല്ലെങ്കിൽ സം ഓഫ് ഡിജിറ്റ് 9 ആയിരിക്കണം. ഇവിടെ അതല്ല. അങ്ങനെയാവുമ്പോൾ ഇവിടെ വേറൊരു രീതിയിൽ നമുക്കിതിനെ 9-ന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റാം. 8ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്യുക, നമുക്ക് 10 കിട്ടും. 28-ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ 18 കിട്ടുമ്പോൾ ആ അത്തരം സംഖ്യകൾ 9-ന്റെ മൾട്ടിപ്പിൾ ആവും. ഇനി മോളൊരു 3-digit നമ്പർ പറയൂ. ഏതൊരു കുട്ടി, വേറെ ഏതൊരു കുട്ടി മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. നിന്റെ ഫോൺ തന്നെയാണോ അല്ലെ വേറെ ഫോൺ? ദേവനന്ദ, ഏത് ഫോണാണിത്? ആ കുട്ടീനെ റിമൂവ് ചെയ്തടാ.
അമ്പിളി എന്ന ഐ ഡിയിലെ കുട്ടികളെ കൊണ്ട് ശല്യം ഉണ്ടാവുമെങ്കിൽ റിമൂവ് ചെയ്തല്ല, കോഹോസ്റ്റിനാണ് റിമൂവ് ചെയ്യാൻ പറ്റും ആ കുട്ടിയെ. സാരമില്ല, ഒന്നുകൂടി നോക്ക്. ഇനി ആ കുട്ടി, കണ്ണൂരിലെ കുട്ടി പറയട്ടെ, മോളെ ഒരു 3 ഡിജിറ്റ് നമ്പർ പറയൂ. 321. ഈ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. നോട്ട് ഷുവർ അല്ല. ഇനി ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആക്കാം. 3 2 5 1 6. 321 നിന്ന് 6 മൈനസ് ചെയ്തോളൂ. എത്ര കിട്ടും? 5 കിട്ടില്ലേ ഇവിടെ? ഇവിടെ 1, ഇവിടെ 3. അപ്പം ഇപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 3 3 4 5 9 ആണ് കിട്ടുന്നത്. അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ പരിശോധിക്കാൻ അക്കങ്ങൾ കൂട്ടിയാൽ മതി. സം ഓഫ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ റൂട്ട് 9 ആയാൽ മതി. അങ്ങനെ വരുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു അക്ക സംഖ്യയായാലും, വെദർ ഇറ്റ് ഈസ് 4 ഡിജിറ്റ് 3 ഡിജിറ്റ് ഏത് വേണായിക്കോട്ടെ, ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക, സം ഓഫ് ഡിജിറ്റ്സ്, സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്താൽ 3 3 6 4 10 മൈനസ് ചെയ്താൽ അത് എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുമെന്ന് തിരിച്ചറിയണം. ഇതിപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 6 3 9 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 9ന്റെ മൾട്ടിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരിക എങ്ങനെയാണ്? Which of the following number can be the difference of a 3-digit number and its sum of digits എന്ന് ചോദിക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു 3 അക്ക സംഖ്യ, ആ 3 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും ആ 3 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം വരുന്ന സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ, ആ ഓപ്ഷനില് 9ന്റെ മൾട്ടിപ്പിൾ ആണ് നിങ്ങൾക്ക് കണ്ടെത്തിയെങ്കിൽ അതായിരിക്കും ആൻസർ. കണ്ണൂരിലെ കുട്ടിക്ക് ആ കാര്യം പിടികിട്ടിയോ? ഓക്കെ. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇനി 9ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുള്ളത് 288നെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ്. 288 എന്ന ഈ സംഖ്യക്കുള്ള ഒരു പ്രത്യേകത, ഇത് ഈവൺ നമ്പർ ആണ്. ഒന്നത്. മറ്റൊന്ന്, ഇത് 9ന്റെ മൾട്ടിപ്പിളുമാണ്. 8 8 16 2 18 9ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 18 ആദ്യം കൂട്ടിയാൽ കിട്ടുന്നതിന്റെ പേരാണ് സം ഓഫ് ഡിജിറ്റ്സ്. സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക മലയാളത്തിൽ പറയും. ഇനി കൂട്ടി അവസാനം ഒരു അക്കത്തിലേക്ക് വരുന്നു. 8 3 9 ഒരു അക്കത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് പറയുന്നത് ഡിജിറ്റൽ റൂട്ട് എന്നാണ് പുതിയ പേര്. ഡിജിറ്റൽ റൂട്ട്, മലയാളത്തിൽ അക്കത്തുക എന്ന് പറയും. അക്കങ്ങളുടെ തുക അക്കത്തുക. അക്കത്തുക എപ്പോഴും ഒരു ഡിജിറ്റ് ആയിരിക്കും, ഒരു അക്കമായിരിക്കും. അപ്പൊ 288 എന്ന സംഖ്യ 9ാം ക്ലാസ്സിൽ വിജയിച്ചു കഴിഞ്ഞു. കാരണം അതിന്റെ അക്കത്തുക അല്ലെങ്കിൽ അക്കങ്ങളുടെ തുക എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈ സംഖ്യക്കുള്ള മറ്റൊരു പ്രത്യേകത, 9ന്റെ മൾട്ടിപ്പിൾ ആയ ആദ്യത്തെ ഈവൻ ഡിജിറ്റ്സ് വരുന്ന ആദ്യത്തെ സംഖ്യയാണിത്. കാരണം 9നെ നിങ്ങൾ എല്ലാ സംഖ്യയുടെയും മൾട്ടിപ്പിൾ ഒന്ന് എടുത്തു നോക്കൂ. 1 × 9 9, 2 × 9 18. അവിടെ നിങ്ങൾക്ക് 9 ഓഡ് നമ്പർ ആണ്, 18 1 ഓഡ് നമ്പർ ആണ്. 3 × 9 27. ഹിയർ 7 ഈസ് ഓഡ് നമ്പർ. 4 × 9 36 36 3 ഓഡ് നമ്പർ. ഇത് കുറേ മുന്നോട്ട് പോകും. അതിൽ ഒരെണ്ണമെങ്കിലും ഓഡ് നമ്പർ വരാതിരിക്കില്ല അതിന്റെ പ്രൊഡക്റ്റില്. പക്ഷേ നിങ്ങൾ 32നെ 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് 288 കിട്ടും. അപ്പോൾ ഇവിടെ 288 എല്ലാം ഈവൻ ഡിജിറ്റ്സ് ആണ്. അപ്പൊ 288 കിട്ടിയ ബഹുമതി എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാം ഈവൻ ഡിജിറ്റ്സ് വരുന്ന ആദ്യത്തെ 9ന്റെ മൾട്ടിപ്പിൾ എന്ന ബഹുമതി കിട്ടിയത് ആർക്കാണ്? 288നാണ്. 288നാണ്. അപ്പം 9ന്റെ മൾട്ടിപ്പിളിൽ എല്ലാം ഈവൻ ഡിജിറ്റ്സ് വരുന്ന, അല്ലെങ്കിൽ ഒറ്റ അക്കങ്ങൾ ഓഡ് നമ്പർ വരാത്ത, ഓഡ് ഡിജിറ്റ്സ് വരാത്ത ആദ്യത്തെ ഗുണിതം ഏത് എന്ന് ചോദിച്ചാൽ ദേവനന്ദ നമ്മൾ എന്ത് മറുപടി കൊടുക്കും? 288. വെരി ഗുഡ്.
ഇനി 9ന്റെ അടുത്ത പ്രത്യേകത, കാരണം ഈ പുതിയ കുട്ടികൾ കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തത്. 9ന്റെ അടുത്ത പ്രത്യേകത നോക്കാം. വീണ്ടും നോക്കിക്കോളൂ. 9ന്റെ അടുത്ത പ്രത്യേകത, ഏതെങ്കിലും ഒരു 2 ഡിജിറ്റ് നമ്പർ എടുക്കുക. ഇപ്പൊ ഞാൻ 71 എടുത്തു. ആ 2 ഡിജിറ്റ് നമ്പറിനെ ഞാൻ ഇന്റർചേഞ്ച് ചെയ്തു, തിരിച്ചിട്ടു 17. എനിക്ക് ചെറുതും കിട്ടി, വലുതും കിട്ടി. ഞാൻ ഇതിൽ നിന്നും മൈനസ് ചെയ്തു. 71 നിന്ന് 17 മൈനസ് ചെയ്തു. നിങ്ങൾക്ക് ഏത് വേണേ എടുക്കാം. ഞാൻ തൽക്കാലം ഒന്ന് എടുത്തത് മാത്രമേ ഉള്ളൂ. 71 നിന്ന് 17 മൈനസ് ചെയ്താൽ എനിക്ക് 54 കിട്ടുന്നത്. അപ്പൊ ചോദ്യം വരുന്നു, ഈ 71 തരുന്നില്ല, 17 തരുന്നില്ല. പകരം നിങ്ങളോട് ചോദിക്കുന്നു, എ 2 ഡിജിറ്റ് നമ്പർ, ഇന്റർചേഞ്ച് നമ്പർ, സീ ദ ഡിഫറൻസ് ഈസ് 54. ഈ 54 മാത്രം തന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈ 71 17 നിങ്ങൾക്ക് തരുന്നില്ലേ? തരാതെയാണ് ചോദ്യം ചോദിക്കുന്നത്. 54 മാത്രം തന്നുകൊണ്ടിട്ടുള്ള ചോദ്യമാണ്. 7ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? അതിന് 71 നമുക്ക് അറിയണ്ടേ? എന്നിട്ട് 7ൽ നിന്ന് 1 കുറച്ചാൽ എത്ര? 6. ഈ 6 ഓപ്ഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഈ 54 തന്നുകൊണ്ട് 6ലേക്ക് പോവുക? എങ്ങനെയാണ് ഈ 54 തന്നുകൊണ്ട് 6ലേക്ക് പോവുക? ദേവനന്ദ പറയാമോ? എങ്ങനെയാണ് ഈ 54 തന്നുകൊണ്ട് 71 7ൽ നിന്ന് 1 കുറച്ചാൽ തരാന്ന് 71 തരാതെ നമ്മൾ എങ്ങനെയാണ് 54 6ലേക്ക് പോവുക? 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 9 അങ്ങനെ പ്രത്യേകതയുണ്ട്. 54നെ 9 കൊണ്ട് ഉടനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് 6 കിട്ടും. ഇനി നമുക്ക് ഇതെല്ലാ കാര്യത്തിലും ചെക്ക് ചെയ്ത് നോക്കാം. ദേവനന്ദ വേറൊരു 2 ഡിജിറ്റ് നമ്പർ പറയൂ. 86. ശരി, ഞാനത് തിരിച്ചിട്ടു. 86 തിരിച്ചിട്ടാൽ 68. സീ ദ ഡിഫറൻസ് എത്രയാണ്? 86 68 കുറച്ചാൽ എത്രയാ മോളെ? 18. ശരിയാണ്. എന്തൊരു സംശയം? 18. നിങ്ങൾക്ക് 86 തരുന്നില്ല, നിങ്ങൾക്ക് 68 തരുന്നില്ല. നിങ്ങളോട് പറയുന്നു, എ 2 ഡിജിറ്റ് നമ്പർ, ഇന്റർചേഞ്ച് നമ്പർ, സീ ദ ഡിഫറൻസ് ഈസ് 18. എങ്കിൽ ആ 2 ഡിജിറ്റ് നമ്പറിന്റെ അക്കങ്ങളുടെ ഡിഫറൻസ് എത്ര എന്ന് ചോദിച്ചാൽ മോളെ ഈ 18 നീ എന്ത് ചെയ്യും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 18 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 2. മോളെ ഈ 8 6 കുറച്ച് നോക്ക്, 2 അല്ലേ? ശരി. അപ്പൊ ഇത് ഏത് 2 ഡിജിറ്റ് നമ്പർ എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ 9 ആയിട്ടുള്ള കണക്ഷൻ മനസ്സിലാക്കി വെക്കണം. മറ്റുള്ള കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, മൈക്ക് ഓൺ ആണ്. ഈ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. എല്ലാ സംഖ്യക്കും പറ്റും. ഏത് സംഖ്യ വേണേ എടുത്തു നോക്കൂ. എല്ലാ സംഖ്യ എന്ന് പറഞ്ഞാല് ഡിഫറൻസ് ഡിജിറ്റ് ആയിരിക്കണം എന്നാണല്ലോ. ഒരേ ഡിജിറ്റ് ആകുമ്പോൾ തിരിച്ചിട്ടാലൊന്നും കിട്ടൂലല്ലോ. നീ ഒരു സംഖ്യ പറ. 2 ഡിജിറ്റ് മാത്രമേ ഇപ്പൊ പറ്റും. മറ്റതിന് വേറെയാണ് പ്രശ്നം. അതേ സമയത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്. 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇങ്ങനെ ചെയ്താലൊക്കെ ഏത് ഡിജിറ്റും. അത് ശരിയാണ്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. മൈക്കൽ ഓൺ ആണ്, പ്രശ്നമല്ല, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ദേവനന്ദ ഇത് എത്രയാണ് മോളെ വായിക്കുക? ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഖ്യ വായിക്കാൻ ആദ്യം 3നെ കട്ട് ചെയ്യാം, പിന്നെ 2 കട്ട് ചെയ്യാം. അപ്പൊ ഉത്തരം കിട്ടിക്കോളും. എവിടുന്ന് തുടങ്ങണം? അത് മതി. നിങ്ങൾക്ക് വായിക്കാനുള്ള സൗകര്യം 3 2 2 ആ രീതിയിൽ കട്ട് ചെയ്ത് പോയാൽ മതി. അടുത്തത് എത്രയാ മോളെ വായിക്കുക? 3,09,136. ഈ സംഖ്യ എന്തായാലും ഞാൻ പറയുന്നു, ഇത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, പൂർണ്ണവർഗ സംഖ്യകളാണ്. മാത്രമല്ല ദീസ് ആർ കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 1ഉം 4ഉം പോലെയുള്ള കോൺസിക്യൂട്ടീവ്, 4ഉം 9ഉം പോലെയുള്ള കോൺസിക്യൂട്ടീവ്. ദീസ് ആർ കോൺസിക്യൂട്ടീവ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അടുത്തടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ആൻസർ ടൈപ്പ് ചെയ്തോളൂ.
ആൻസർ ടൈപ്പ് ചെയ്യുന്നുണ്ടോ ദേവനന്ദ കുട്ടികൾ? സർ എന്നാലും ടൈപ്പ് ചെയ്തിട്ടില്ല ഇതുവരെ. അവരോട് പറയൂ, അവർക്കറിയാലോ ചെറിയ സമയം വേണ്ടി വരും, ഇത് തമ്മിൽ മൈനസ് ചെയ്യേണ്ടി വരും, ചെറുതെന്ന് വലുത് കുറയ്ക്കേണ്ടി വരും, എന്നിട്ട് അത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. മോളെ കിട്ടിയ ആർക്കെങ്കിലും? ആരും ടൈപ്പ് ചെയ്യില്ലല്ലോ. നിങ്ങൾ അടുത്തടുത്ത വർഗസംഖ്യകളുടെ സ്ക്വയർ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. എന്നിട്ട് 308.025 കുറയ്ക്കുക. മോളെ ഇതിന്റെ വ്യത്യാസം എത്രയാ? 1111 ആണ്. 1111 ഒരു ഓഡ് നമ്പർ ആണ്. മനസ്സിലാക്കി വെച്ചോളൂ. ദ ഡിഫറൻസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർ ഈസ് ഓൾവേസ് ഓഡ് നമ്പർ. എപ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ ഈ ഡിഫറൻസ് മാത്രമല്ല ഡിഫറൻസ് അല്ല കൂട്ടേണ്ടത്, അടുത്ത ഓഡ് നമ്പറാണ് കൂട്ടേണ്ടത്. 1111 അടുത്ത ഓഡ് നമ്പർ 1113 ആണെന്ന് തിരിച്ചറിയണം നിങ്ങൾ. അത് 1113 ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്താൽ എത്ര കിട്ടും ദേവനന്ദ? എല്ലാ കുട്ടികള് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കൂട്ടുന്നത് നിങ്ങൾ അറിയണേ, അത് മോശമാണ്. മോളെ 310 240 ഒക്കെ ടൈപ്പ് ചെയ്ത സുരേഷ് അജിത്തിനോടൊക്കെ ഞാൻ പറയട്ടെ, 7 അവസാനിക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് എൻ്റെ മുന്നിലേക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഈ 1111 കൂട്ടേണ്ടതെന്ന്? ഇതല്ല കൂട്ടേണ്ടത് ദേവനന്ദ. 1111 കൂട്ടേണ്ടത്. പോയാ കുട്ടിയും പോയി, ദേവനന്ദയും പോയി കളി. 1111 കൂട്ടേണ്ടത്? അല്ല, ഏതാണ് കൂട്ടേണ്ടത്? 1113 കൂട്ടേണ്ടത്. കാരണം 1111 കൂട്ടിയാൽ നിങ്ങൾക്ക് 7 അവസാനിക്കുന്ന സംഖ്യ കിട്ടുക. അതുകൊണ്ടാണ് ചിലത് 247 ടൈപ്പ് ചെയ്തത്. 7 അവസാനിക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല, അതിന്റെ ഓപ്ഷൻ ഉണ്ടാവൂല. അപ്പൊ നിങ്ങൾ പറയുന്നത് കേൾക്കൂ, ഈ വ്യത്യാസമായ ഓഡ് നമ്പറിന്റെ അടുത്ത ഓഡ് നമ്പറാണ് കൂട്ടേണ്ടത്. അടുത്ത ഓഡ് നമ്പർ കൂട്ടിയാൽ എത്ര ഉണ്ടാവും ദേവനന്ദ? 49 ഉണ്ടാവും. അതേ സമയത്ത് ചില കുട്ടികൾ ഇപ്പോഴും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു 47. ആ കുട്ടികൾ എൻ്റെ മുന്നിൽ കാണാൻ ഭാഗ്യം. ശരി, അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. 15,876 16,129 ഡാഷ്. അടുത്തത് കിട്ടണമെങ്കിൽ see the difference. These are two consecutive perfect squares. See the difference. The difference is an odd number, that is 253 ആണ്. 253 എന്ന ഓഡ് നമ്പർ ഇതിന്റെ കൂടെ കൂട്ടിയാൽ തെറ്റിപ്പോവും. അതല്ല നിങ്ങൾ കൂട്ടേണ്ടത്. 253 കഴിഞ്ഞാലുണ്ടാവുന്ന 255 കൂട്ടേണ്ടത്. അപ്പൊ 16,354 എന്ന അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിക്കോളും. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് യെസ് എന്ന് പറയാം, അല്ല യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ശരി 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 ശരി. ദേവനന്ദ, ഇന്നത്തെ ദിവസം ഏതാണ്? ഇന്നത്തെ ദിവസത്തിന്റെ പേരെന്താണ്? ട്യൂസ്ഡേ. ശരി, ടുഡേ ഈസ് ട്യൂസ്ഡേ. ടുഡേ ഈസ് ട്യൂസ്ഡേ. നിങ്ങളെ പരീക്ഷ നടക്കുന്ന ദിവസം ട്യൂസ്ഡേ ആയിക്കണമെന്നില്ല. ചോദ്യം എങ്ങനെ വരും? ടുഡേ ഈസ് ട്യൂസ്ഡേ. What day will be? What day will be 81 days
after today. If today is Tuesday. ചോദ്യം മലയാളത്തിൽ പറയാം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. 81 ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസം, ഏതാഴ്ച, ആ ആഴ്ചയുടെ പേര് ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഓപ്ഷൻ വേണോ ദേവനന്ദ? കണ്ണൂരുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കാമോ? കണ്ണൂർ ഇല്ലേ? നേരത്തെ ഒരു കുട്ടി പ്രതികരിച്ചിരുന്നല്ലോ. കണ്ണൂർ മൈക്ക് മ്യൂട്ടാണോ? അല്ലല്ലോ. അല്ല. ആ, കണ്ണൂർ. ആ പുതിയ സ്കൂളിന്റെ പേരില്ലേ? പുതിയ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളില്ലേ? കണ്ണൂർ പോയോ? പേര് പറയൂ. പേര് പറയുന്നില്ല. ഒരു കുട്ടിയുടെ പേര് പറയും. രാധ. എന്താണ്? ധ്യാന. ആ, ധ്യാന. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു, കണ്ടായിരുന്നു. ആ, നാളെ ഞാൻ വീണ്ടും വരുന്നുണ്ട്. കാണുമായിരുന്നോ? കാണും. ധ്യാന ഏത് ഡിവിഷനിലാണ് പഠിക്കുന്നത്? 7th Aയിലാണ്. സ്കൂളിന്റെ പേരെന്താണ് ധ്യാന? സെന്റ് ട്രീസസ് അല്ലേ? ഓഹോ, സെന്റ് ട്രീസസിലെ ധ്യാനയോടാണ് എന്റെ ചോദ്യം. ധ്യാന, ഇന്ന് ഇതിന്റെ ആൻസർ കിട്ടിയില്ലോ. ധ്യാനക്ക് ഓപ്ഷൻ തരാം, കാരണം പുതിയ സ്കൂൾ ആയതുകൊണ്ട് ഓപ്ഷൻ തന്നിക്കില്ലേ? മോശമല്ലേ? ഓപ്ഷൻ വേണോ? വേണം. അപ്പൊ ഇത് പിടിച്ചോളൂ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇത്ര ഓപ്ഷൻ പോരെ? മതി. ആ, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്ത, ഒന്നും അറിയാതെ ഏതെങ്കിലും ഒന്നാണ് സെലക്ട് ചെയ്ത് നമ്മൾ നോക്കുക. ഏതാ സെലക്ട് ചെയ്ത്? സാറ്റർഡേ സെലക്ട്. ആരെയും പറഞ്ഞു തന്നാണോ അല്ല സ്വന്തം ചെയ്താണോ? സാറ്റർഡേ ശരിയാണോ നമുക്ക് നോക്കാം. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം, നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷ ഹാളിൽ ഒരു മാർക്കാണ്, 2-3 മാർക്കുകളുണ്ട്. ഒരു മാർഗം പറയുകയാണ്. സൺഡേ മുതൽ ഞാൻ എഴുതിയതുപോലെ സാറ്റർഡേ വരെ അങ്ങോട്ട് എഴുതുക. എപ്പോഴും ഏത് ചോദ്യം വന്നാലും സൺഡേ ടു സാറ്റർഡേ എഴുതിക്കൊള്ളുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ വരെ ഏത് ചോദ്യം വന്നാലും ഈ ക്രമത്തിലാണ് എഴുതേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ട്യൂസ്ഡേ എന്ന് തന്നിട്ടുണ്ട്. ചിലപ്പം പരീക്ഷ എഴുതുന്ന സമയത്ത് ട്യൂസ്ഡേ ആയിക്കണമെന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് ട്യൂസ്ഡേ വന്ന സ്ഥിതിക്ക് ആ ട്യൂസ്ഡേയുടെ നേരെ നിങ്ങൾക്ക് 0 എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ ഓരോന്ന് കൊടുക്കുക. 1 2 3 4 5 6. ധ്യാന കേൾക്കുന്നുണ്ടോ? ഇവിടെ മോളെ ഈ 0 മുതൽ 6 വരെ എനിക്ക് കിട്ടിയുള്ളൂ. 7 ദിവസത്തിൽ 1 അടുപ്പോയി. 1 നമ്മൾ 2 ഇതിന് കൊടുത്തു, 0 കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കിക്കോളെ ധ്യാന. 81 അല്ലേ തന്നിരിക്കുന്നത്, അതിന് 7 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. ഈ 7 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അപ്പം 1 7 7, ബാക്കി 11 വന്നു. 1 7 7, ബാക്കി 4 വന്നു. ധ്യാനം, നമ്മൾ 4ന്റെ നേരെ ആരാ കിടക്കുന്നത്? സാറ്റർഡേ. അപ്പൊ ധ്യാനയുടെ ഉത്തരം ശരിയാണ്. എല്ലാവരും ഉത്തരം ശരിയാണെന്ന് എനിക്കറിയാം. എന്നാലും ധ്യാനക്ക് ലൈക്ക് കൊടുക്കരുത്. കൊടുത്തോളൂ. ധ്യാനക്ക് ലൈക്ക് വരുന്നുണ്ടാ? ഇല്ലേ? ആ, ധ്യാനക്ക് പ്രത്യേക അഭിനന്ദനങ്ങളൊക്കെ വരുന്ന. ധ്യാന സ്വീകരിച്ചാ? സ്വീകരിച്ചു. ശരി.
ഇങ്ങനെ ഓരോ കുട്ടികൾ ഇങ്ങനെ ഇടക്കിടക്ക് ഒന്ന് രംഗത്ത് വന്നാൽ നല്ലതാണ്. മാത്രമല്ല ഇപ്പൊ LSSന്റെ ക്ലാസ് പോലെയല്ല, USSന്റെ ക്ലാസ്സിൽ കുട്ടികൾ കൃത്യമായിട്ട് മൈക്ക് ഉപയോഗിക്കുന്നൊക്കെ അറിയാം, ആവശ്യത്തിന് മാത്രമേ ഓൺ ചെയ്യും. പക്ഷെ എന്നാൽ എനിക്കൊരു സങ്കടമുണ്ട്, പ്രയറിന് 2 കുട്ടികൾ മുന്നോട്ട് വരാത്തത്. നിങ്ങളെ സ്കൂളിൽ പ്രയർ തന്നെ ചെല്ലിയാൽ മതിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രയറിന്റെ കുട്ടികളെ കൊണ്ട് നമുക്കൊരു കൂടുതലായിരുന്നു. എന്താ മോളെന്തോ ആരെന്തോ പറയാൻ നോക്കിയല്ലോ, പറയൂ. ആ മതിയല്ലോ. പക്ഷെ നമുക്ക് ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ 3 വഴിക്ക് ചെയ്യാം. ഒരു വഴി ഇതാണ്, നിങ്ങൾക്ക് ഏത് വേണേൽ സ്വീകരിക്കാം കേട്ടോ. എങ്ങനെ വേണേൽ ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. ഓ ഇല്ല, ആരും വന്നില്ല, ഞാൻ കൊറേ വിളിച്ചു. മോളെ പേരെന്താ? ഏത് സ്കൂളാ? വട്ടോളി. അടുത്ത പ്രാവശ്യം രംഗത്ത് വരണേ. ഞാന് സംസ്കൃത സ്കൂൾ വട്ടോളി. ഓക്കെ. അടുത്ത പ്രാവശ്യം രംഗത്ത് വരണം. കുട്ടികള് പ്രേയറോട് കൂടിയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തുടങ്ങിയത്. ഇപ്പൊ ആരും വരുന്നില്ല. ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നിങ്ങൾ പറയണം. ചോദ്യം എങ്ങനെ ഉണ്ടാക്കാന്നുള്ള അടുത്ത 10 × 10 × 10 10 × 10 × 10 എത്രയാണ് ധ്യാന? 1000. ഈ 1000-ൽ നിന്ന് ഞാൻ 1 കുറയ്ക്കുകയാണ് ധ്യാന, എത്ര കിട്ടും? 999. ഈ ഡിജിറ്റ്സ് ഒക്കെ ഞാൻ ഒന്നിച്ച് കൂട്ടുകയാണ് ധാന, എത്ര കിട്ടും? അതെങ്ങനെയാ? ഇത് 3 9 കൂട്ടിയാല് ഞാൻ ആ കുട്ടി തന്നെ പറയട്ടെ, കാരണം നമുക്കിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. എല്ലാരും വേടം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ധ്യാന പറയൂ, ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? മാറിപ്പോ കുഴപ്പമില്ല, അതെല്ലാം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. പക്ഷെ എനിക്കത് തോന്നി 27 ആണ്. ധ്യാന, ഞാൻ ഈ 27 9 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു, എനിക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ ഇവിടെ എത്ര 10കളാണ് ഗുണിച്ചത്? അപ്പൊ 3 10കളാണ് മൾട്ടിപ്പിൾ ചെയ്തത്. എനിക്കൊരു ചോദ്യം ക്രിയേറ്റ് ചെയ്യണം USSന്. ധ്യാനക്ക് എന്നെ സഹായിക്കാമോ? ഇതാണ് 3 എന്ന് ഉത്തരം കിട്ടണം, 3 10കളിൽ നിന്ന് എനിക്ക് ഉത്തരം കിട്ടണം. എങ്ങനെയോ ഈ ചോദ്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ആർക്ക് പറയാൻ പറ്റും? ഇതിൽ ആർക്കും മുന്നോട്ട് വരാം. 3 എന്ന് ഉത്തരം കിട്ടണം. ഇതൊക്കെയാണ് ഇവിടെ ചെയ്ത് കൂട്ടിയത്. ആൻസർ എനിക്ക് 3 കിട്ടുകയും വേണം. ഈ ചോദ്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അത് ചോദ്യം ഉത്തരം ഒന്നിച്ചായിപ്പോയില്ലേ? ചോദ്യം അതാണ്. ഹൗ മെനി ടെൻസ് വെയർ മൾട്ടിപ്ലൈഡ് എന്ന ചോദ്യം കിട്ടണം. 3 ടെൻസ് ആണ്, അസത്യം. പക്ഷേ ചോദ്യം എന്താ? കുറച്ച 10കൾ ഗുണിച്ച ശേഷം അതിൽ നിന്ന് 1 കുറച്ചപ്പോൾ ഒരു സംഖ്യ കിട്ടി. അതിന്റെ അക്കങ്ങളുടെ തുക 27. എങ്കിൽ എത്ര 10 ആണ് ഗുണിച്ചത്? അതാരാണത്? ഇഷ. ഏത് സ്കൂളാ? കൊയിലാണ്ടി. ഓക്കെ. ഇഷ, അതൊന്ന് ഇംഗ്ലീഷിൽ പറയൂ. കുറെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളിലുണ്ട്. പ്രയാസം സാരേ. ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം കുട്ടിക്ക് ഇഷ പറഞ്ഞതെന്ന് ഇംഗ്ലീഷ് പറയുന്നു. പറയൂ. എന്താ പേരെന്താ? ഓക്കെ, ശരി. A few tens were multiplied and subtracted 1 from the product
The sum of digits of the resulting number is 27. How many tens were multiplied? Answer 3 ആണ്. A few tens were multiplied. നോക്കൂ, ഞാൻ അടുത്ത 4 എടുക്കുകയാണ്. A few tens were multiplied. അപ്പൊ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ എനിക്ക് 4 പൂജ്യം അടങ്ങിയ സംഖ്യ കിട്ടി. ഇതിന് നമ്മൾ വായിക്കുക 10,000 എന്നാണ്. അതൊന്നും നമ്മളോട് പറയുന്നില്ല. And subtracted 1 from this product, അങ്ങനെ 4 9 കിട്ടി. അതും നമ്മളോട് പറയുന്നില്ല. The sum of digits of this number is 36. How many tens were multiplied? നിങ്ങൾ ഉടനെ അതിന് 9 ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മതി. കാരണം ഇതെല്ലാം 9ന്റെ മൾട്ടിപ്ലൈറ്റ് ആവില്ല. അപ്പോൾ 4 9 36. അപ്പോൾ 4 10കളാണ് ഗുണിച്ചത്. ഇത് 2015 ഒരു ചോദ്യമായിട്ട് വന്നിരുന്നു. A few tens were multiplied and subtracted 1 from the product. The sum of digits of the resulting number is 99. 99. How many tens were multiplied? ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റും. എത്രയാണ്? 99നെ ഉടനെ നിങ്ങൾ 9 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക, 11 കിട്ടും. ക്ലിയർ ആയോ? യെസ്, ക്ലിയർ. അപ്പൊ ഇത് 2015 ചോദ്യമാണ്. ഒക്കെ 9 കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ 2 കണക്ട് ചെയ്തുള്ള ചോദ്യമുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. 2 പിന്നെ വേറൊരു ചോദ്യമുണ്ട്, നല്ല രസമുള്ള ചോദ്യം, ഒരിക്കലും വന്നതാണ്. 2 സംഖ്യ തുക 12 ഗുണനഫലം മാക്സിമം ആയ what is the difference of 2 numbers whose sum is 12 and the product is maximum? ചോദ്യം മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ചോദ്യം മനസ്സിലാക്കില്ല. What is the difference of 2 numbers? What is the difference of 2 numbers whose sum is 12 and product is maximum? മലയാളം ഇതാണ്. തുക 12ഉം ഗുണനഫലം മാക്സിമവുമായ ഏറ്റവും കൂടുതലുമായ ആ 2 അക്കങ്ങളുടെ വ്യത്യാസം എത്രയാണ്? അപ്പം ആ 2 സംഖ്യകൾ 66 എടുത്തോളൂ. 66 തുക 12, 66 ഗുണനഫലം നോക്കൂ നിങ്ങൾ. 6 × 6 36. തുക 12, ഗുണനഫലം മാക്സിമം ആയ ആ 2 സംഖ്യകൾ തമ്മിലുള്ള അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 0. ശരിയാണ്, 0 ആണ്. 0 വിളിച്ചു പറയല്ല, നിലവിളിക്കല്ല. അതുകൊണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടാണ്. കാരണം നിലവിളിച്ചുകൊണ്ട് പറയല്ല. യെസ്, നിങ്ങൾക്ക് 12 കിട്ടാൻ 75 എടുത്ത് നോക്കാം. അവിടെ നിങ്ങൾക്ക് 7 5 കൂട്ടിയാൽ 12 ആണ്. 7നെ 5 കൊണ്ട് ഗുണിച്ചാല് നിങ്ങൾക്ക് 35 കിട്ടുന്നുള്ളൂ, 36 കിട്ടുന്നില്ല. 36 കിട്ടണമെങ്കിൽ ഈ ഒരേ അക്കങ്ങൾ തന്നെ എടുക്കണം. അതുകൊണ്ടാണ് ഈ അക്കങ്ങളുടെ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചത്. കുറച്ചുകൂടി കടന്ന ചോദ്യമാണ്. 0ലേക്ക് വന്നത് അതുകൊണ്ടാണ്. ദേവനന്ദ കേൾക്കാമോ? വേറെ ഏതൊരു കുട്ടിയുടെ കോഹോസ്റ്റായ കുട്ടി എന്താ റിയ ഫാത്തിമയോ ഉണ്ടാ? പോയാ എന്നാ ഫാത്തിമ? യെസ്, ഓക്കെ. ആ എന്നാ ഫാത്തിമ കേൾക്കാമോ? നിന്റെ ഫോണിന് എന്തോ ചെറിയ പ്രശ്നം ഉണ്ട്. സംസാരിക്കുമ്പോൾ തന്നെ വരെ വരുന്നുണ്ട്. നോട്ടെ സാരല്ല, നോക്കാം. നമുക്ക് അടുത്ത ചോദ്യം എന്താന്ന്. എന്നാ ഫാത്തിമ കേൾക്കാം? ആ, അവിടെ നിന്ന് പൊരിച്ചല് വരുന്നുണ്ട്. സാരമില്ല. ദേവനന്ദ, ഈ ആളെ അറിയാമോ? എന്നാ ഇപ്പൊ കേട്ടോളൂ. ഇത് പ്രസിദ്ധനായ ഒരു മാത്തമാറ്റീഷ്യനാണ്, ഗണിതശാസ്ത്രജ്ഞനാണ്. ഡി മോർഗൻ എന്ന ഗണിതശാസ്ത്രനായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തരുന്നത്. അതായത്
ഈ ഡി മോർഗൻ പറഞ്ഞ ഒരു കാര്യത്തെ പറ്റിയാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ചോദ്യം ശ്രദ്ധിക്കുക. USSന്റെ ചോദ്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ മുൻ സമയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം ചില ചോദ്യങ്ങൾ എടുക്കുന്നത് NMMSCയുടെ ചോദ്യങ്ങളാണ്, അതിലെ സാറ്റിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ USS എളുപ്പമാവും. അതുകൊണ്ട് തന്നെ USSന്റെ ചോദ്യങ്ങളോടൊപ്പം തന്നെ ഇതും കൂടി മിക്സ് ചെയ്താണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ കണക്കിലെ 20 ചോദ്യങ്ങൾക്ക് 20 നിങ്ങൾ പിടിക്കണം. നിങ്ങൾ കണക്കിൽ 15-ലധികം നേടുന്ന കുട്ടിയായാൽ, മറ്റു വിഷയങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, 15-ലധികം നേടുന്ന കുട്ടിയായാൽ that child is gifted. Who is a gifted child? ആ വിദ്യാഭ്യാസ ജില്ലയിലെ ടോപ്പ് മാർക്കുന്ന കുട്ടിയാണ്. അതൊരു 80-ന്റെ മേലൊക്കെ വരണം. 90 ആകെ മാർക്കെങ്കിൽ 80-ന്റെ മേലെ വരണം. അപ്പോൾ 63, 70 ഒന്നും ജസ്റ്റ് കിട്ടിയാൽ പോരാ. നമ്മളെ ലക്ഷ്യം അതാണ്. അതിനാണ് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഏതെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്ന ക്ലാസ് പിന്നീട് കാണുകയും ചെയ്യുക. ശരി, നമുക്ക് ഈ ഡി മോർഗൻ എന്താ പറഞ്ഞെന്ന് നോക്കാം. 1 year, ഒരു വർഷം. In 19th century, അത് ചുരുക്കിയിട്ട് എഴുതാം. 19th century, ഒരു വർഷം, 19ാം നൂറ്റാണ്ടിന്റെ ഒരു വർഷത്തിൽ ഈ മാത്തമാറ്റീഷ്യനായ ഡി മോർഗൻ റിമാർക്ക്ഡ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതിനെപ്പറ്റിയാണ് ചോദ്യം വരുന്നത്. My age is അയാളെന്നാണേ പറയുന്നത്, എൻ്റെതല്ല. My age is now is the square root of this year. ദേവനന്ദ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? My age is now the square root of this year. എന്താ പറഞ്ഞതിന്റെ മലയാളം? എന്റെ പ്രായം ഈ വർഷത്തിന്റെ സ്ക്വയർ റൂട്ട് ആണ്. അതായത് എന്റെ പ്രായം, എന്റെ വയസ്സ് ഈ വർഷത്തിന്റെ സ്ക്വയർ റൂട്ടാണ്. ഞാൻ 2025 നിങ്ങളോട് പറയുന്നു, ശ്രദ്ധിക്കുക, 2025 നിങ്ങളോട് പറയുന്നു. ഇപ്പൊ 2024 അടുത്ത വർഷം ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വയസ്സ് ഈ വർഷത്തിന്റെ സ്ക്വയർ റൂട്ടാണ് എന്ന് പറഞ്ഞാൽ 2025 സ്ക്വയർ റൂട്ട് എൻ്റെ അപ്പോഴത്തെ വയസ്സാണ്. ശരി, ഇനി ഡി മോർഗൻ പറഞ്ഞാൽ മറ്റു കാര്യം. 1 year in 19th century, De Morgan remarked, my age is now is the square root of this year. ചോദ്യം ഇതാണ്, when was he born? അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? അത് ഓപ്ഷൻ ഇല്ലാതെ പറ്റില്ല. ഓപ്ഷൻ തരാം, എല്ലാത്തിനും ഓപ്ഷൻ തരാതെ നിൽക്കുന്നില്ല. 1892, 1806, 1749, 1936. ടൈപ്പ് ചെയ്യാം. Okay, sir. My age is now the square root of this year. അത് ഒന്ന് ആദ്യം മുതൽ പറയണ്ടേ? 1 year in 19th century അത് പറയണ്ടേ? 19ാം നൂറ്റാണ്ടിന്റെ ഒരു വർഷത്തിൽ വന്നിട്ടാണ് ഈ ഡി മോർഗൻ പറയുന്നത്, ഈ വർഷത്തെ വർഗമൂലമാണ് ഇപ്പോഴത്തെ എൻ്റെ വയസ്സ്. എങ്കിൽ അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? കണ്ടോ? ഞാൻ മൈക്ക് ഓണാണ്. പ്രോവിഡൻസിലെ സ്കൂളിലെ കുട്ടികൾ ഇന്ന് ഇല്ലാലല്ലേ? പ്രോവിഡൻസ് ആരുമില്ല. BM കുട്ടികളുണ്ടോ? BM
VM കോഴിക്കോട്. Yes, sir. പേരെന്താണ്? നിവേദിത. നിവേദിത. എന്താ മിണ്ടാത്ത നിവേദിത? നിവേദിത, ഇതിന്റെ ആൻസർ കിട്ടിയോ? ഇല്ല sir. ആ, ഓപ്ഷൻ കിട്ടിയില്ലേ? Option കിട്ടി. ഏതെങ്കിലും ഒന്ന് കറക്കി കൊത്തു. ആ, ഏതെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കോ, നമുക്ക് നോക്കാലോ. 2036. ഏ പറഞ്ഞോ, നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഏതാണ് 19? 1836. ഏതൊരു കുട്ടി 1930? അതാരാ പറഞ്ഞത്? പറയും. 19 കേട്ടില്ല. 1936. 1936. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഇതില് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പെൻസിൽ എടുത്തിട്ട് ഈ ഓപ്ഷനിൽ വരാൻ ഒരിക്കലും സാധ്യതയില്ലാത്തതൊക്കെ ഒഴിവായി കളിയാം. 1936 ഒരിക്കലും വരില്ല. അതെന്തുകൊണ്ടാണ്? 19th നൂറ്റാണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇത് പെടൂല. ശരി. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് 1892 ഒരിക്കലും വരൂല. എന്താ കാരണം? 2ൽ അവസാനിക്കുന്നു. അപ്പൊ 2 ഓപ്ഷൻ പോയി കിട്ടി. ഇനി മറ്റൊരു കാര്യം, ഇതിലൊരു യുക്തി രണ്ടിലെ രണ്ടിൽ അവസാനിക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. അനി അത് മാത്രമല്ല, പക്ഷെ സാധ്യത ഉണ്ടാവും. പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഈ 2 അവിടെ നിൽക്കട്ടെ. അത് വേറെ കാര്യം, സാധ്യത ഉണ്ട്, അതിലേക്ക് വരാൻ. ഞാൻ ആ ചോദ്യം എനിക്ക് മനസ്സിലായി, ആ കുട്ടിയുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വർഗമൂലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയ ഒരു നമ്പറാണ് 1849. ഈ 3 അപേക്ഷിച്ച് അതാണ് പെർഫെക്റ്റ് സ്ക്വയർ. അതിന്റെ സ്ക്വയർ റൂട്ട് ആകട്ടെ 43 ആണ് താനും. പക്ഷേ നിങ്ങൾ ഉത്തരം 1849 അല്ല. അദ്ദേഹം പറഞ്ഞതാണ് ഈ വർഷത്തിന്റെ വർഗമൂലമാണ്. ഇത് ശരിക്കും ശ്രദ്ധിക്കണേ. ഈ വർഷത്തിന്റെ വർഗമൂലമാണ് ഇപ്പോഴത്തെ എൻ്റെ വയസ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 1849 എന്ന വർഷത്തിൽ അദ്ദേഹത്തിന്റെ വയസ്സാണ് 43. അപ്പൊ അദ്ദേഹം ജനിച്ചതോ? ഞാൻ 2025 നിങ്ങളോട് പറയുന്നു, 2025 എന്ന വർഷത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് 45 വയസ്സായി. അപ്പൊ ഞാൻ ജനിച്ചത് 2025. എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെയാണ് അതിന്റെ യുക്തി. 1849 സെലക്ട് ചെയ്ത കുട്ടികളുണ്ട്. അത് അന്ന് 43 വയസ്സാണ് അദ്ദേഹത്തിന്. അപ്പൊ നിങ്ങൾ 1849 നിന്ന് 43 അദ്ദേഹത്തിന്റെ വയസ്സങ്ങ് മൈനസ് ചെയ്താൽ കിട്ടുന്ന 1806 ആണ് നമ്മുടെ ആൻസർ. ഇത് മനസ്സിലായവർക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, മനസ്സിലാകാത്തവർക്ക് മൈക്ക് ഓൺ ചെയ്ത് പറയുകയും ചെയ്യാം. പക്ഷേ എനിക്ക് 1847 ഫസ്റ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം മനസ്സിലായില്ല. അല്ല, നമ്മൾ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തത് ഏത്? ഇതാണല്ലോ നമ്മുടെ ആൻസർ. 1806 ആണ് നമ്മുടെ ആൻസർ. നമ്മൾ 45 1849 മൈനസ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് മനസ്സിലായില്ല. അതായത് അദ്ദേഹം പറഞ്ഞ വർഷമാണ് ഈ 1849 അല്ലേ? അതെ, അദ്ദേഹം പറഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ വയസ്സല്ലേ? അദ്ദേഹം പറഞ്ഞ 43 വയസ്സ് എനിക്കുണ്ടെന്ന്. 1849 എന്ന വർഷത്തിൽ അദ്ദേഹം പറഞ്ഞ എനിക്ക് 43 വയസ്സായി. അദ്ദേഹത്തിന്റെ ജനിച്ച വർഷം എങ്ങനെയാ കണ്ടെത്തുക? മോക്ക് ഇപ്പൊ എത്ര വയസ്സായി? 12 വയസ്സായില്ലേ? ഏത് വർഷ? 2024 നിനക്ക് എത്ര വയസ്സായത്? എത്ര വയസ്സ്? 13 വയസ്സ്. മോള് ജനിച്ചത് 2024. എങ്ങനെയാ ജനിച്ച വർഷം കണ്ടുപിടിക്കുക?
മൈനസ് ചെയ്യണം. അപ്പൊ ജനിച്ച വർഷം കിട്ടൂലേ? കിട്ടും. അതേപോലെ അദ്ദേഹം പറഞ്ഞത് 1849 എനിക്ക് 43 വയസ്സായി എന്നാണ്. അത് ക്വസ്റ്റ്യനിൽ പറയൂലല്ലോ. അതിനല്ലേ നിങ്ങൾക്ക് സ്ക്വയർ, അതിനല്ലേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ തന്നത്. 1936 19-ാം നൂറ്റാണ്ടല്ല, അത് 20-ാം നൂറ്റാണ്ടാ. പിന്നെ 1800 ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു സ്ക്വയർ റൂട്ട് കാണുന്ന കാര്യം നമുക്കിവിടെ ആവശ്യപ്പെടുമ്പോൾ 1892 2 അവസാനിക്കുന്ന സ്ക്വയർ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ പോയി. പിന്നെ ഇതിലൊരു സ്ക്വയർ നമ്പർ വരുന്ന 1849 വരുന്നേ ഉള്ളൂ. ആ 1849 സ്ക്വയർ റൂട്ട് കാണാൻ നിങ്ങൾ പഠിക്കണം. 1849 സ്ക്വയർ റൂട്ട് ആണല്ലോ 43. ആ 43 1849 സ്ക്വയർ റൂട്ട് ആണ്. അത് കാണാൻ നിങ്ങൾ പഠിക്കണം. എന്താ പേര്? ധ്യാന. അതൊന്ന് വിവരിച്ചു കൊടുക്കും മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇംഗ്ലീഷിലായ വളരെ ഉപകാരം. ക്വസ്റ്റ്യൻ വായിക്കണ്ട, ആൻസർ വിശദീകരിച്ചു കൊടുത്താൽ മതി. So we have to subtract 43 from 1849. Thus we got 1806. So that is the answer. Okay. ഇനി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പായിട്ട് 2-3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ആ ചോദ്യം ഇന്ന് തന്നെ യൂട്യൂബിൽ ഈ ക്ലാസ് വരും. ആ ക്ലാസ് വരുന്ന ഉടനെ തന്നെ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്ത് അയക്കുക. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരൊക്കെ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഒന്നാമത്തെ ചോദ്യം, 5 raised to ആരോ അലസാക്കുന്നുണ്ട് 2023 into 6 raised to 2024. ഇതിന്റെ ലാസ്റ്റ് നമ്പർ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്. ഇപ്പൊ പറയേണ്ട, ഇപ്പല്ല, ഇത് ഹോംവർക്കാണ്. ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എ 2-digit നമ്പർ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. മനസ്സിലായിട്ടില്ലെങ്കിൽ എ 2-digit നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 2-digit നമ്പർ. എ 2-digit നമ്പർ ഡിവൈഡഡ് ബൈ another 2-digit number ധ്യാനം കേൾക്കുന്നുണ്ടോ? ആ, ഈ ഇപ്പൊ എഴുതുന്ന ചോദ്യം എവിടെയെങ്കിലും മുമ്പ് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. a 2-digit number divided by another 2-digit number gives, അതിന്റെ റിസൾട്ട് വരുന്നത് 8.25 ആണ്. ഫൈൻഡ് ദാറ്റ് നമ്പേഴ്സ്. ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? മലയാളം പറയാം. ഒരു രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8.25 കിട്ടി എങ്കിൽ ആ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. ആ രണ്ടക്ക സംഖ്യയുടെ തുക ചോദിക്കാം. ഇപ്പൊ ഞാൻ രണ്ടക്ക സംഖ്യകൾ ഏതെല്ലാന്ന് ചോദിച്ചിട്ടുള്ളൂ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അത് ചോദ്യ വശമുണ്ട് എഴുതാ, അതാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ ചോദ്യം ഏത്? ഈ രണ്ടാമത്തെ ഒരു രണ്ടക്ക സംഖ്യയെ ഒരു രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ, ഞാൻ ഷോർട്ടായിട്ട് ചെയ്ത ഹരിച്ചപ്പോൾ 8.25 കിട്ടി. ആ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയെന്നാണ്. പോരെ? മനസ്സിലായിക്കാ?
Yes. ആ അടുത്തത് 1 minus 1 by 2 into 1 minus 1 by 3 into 1 minus 1 by 4 into 1 minus 1 by 5 into 1 minus 1 by 6 എത്ര എന്നാണ് ചോദ്യം. ഇപ്പൊ വേണ്ട, പിന്നീട് മതി. ഇനി വേറൊരു ചോദ്യം ഇതാ, നാലാമത്തെ ചോദ്യം ഇതാണ്. എന്താ ചോദ്യം? 5/2 5/2 all raised to 3 how many factors? ഓഹോ, 5/2 all raised to 3 എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഇനി ഒരു ലാസ്റ്റ് ചോദ്യം ഇതിന്റെ പുറത്ത് എഴുതിയാണ്. ഇവിടെ എങ്ങനെ കാണുന്നുണ്ടോ മക്കളെ? യെസ്, 5 എന്ന നമ്പറിൽ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അവസാനത്തെ ചോദ്യം ഇതാണ്. ശ്രദ്ധിക്കുക. ലാസ്റ്റ് ചോദ്യം നല്ല ചോദ്യമാണ്. n has 6 factors. n-ന് 6 ഘടകങ്ങളുണ്ട്. Product of all 6 factors. എല്ലാ 6 ഘടകങ്ങളുടെയും ഗുണനഫലം 1728 ആണ്. 1728 ആണ്. Find the value of n. n-ന്റെ വില എത്ര? ധ്യാന കേൾക്കാമോ? മോള് ഈ എല്ലാ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കോളെ. First question, 5/223 into 6/224. What is the digit in the unit place? Second question, a two-digit number divided by another two-digit number equals 8.25. Find the numbers. 1 minus 1 by 2 into 1 minus 1 by 3 into 1 minus 1 by 4 into 1 minus 1 by 5 into 1 minus 1 by 6. What's the answer? Fourth question. 5/2 whole raised to 3. How many factors does this have? N has 6 factors. Product of all 6 factors is 1728. Find the value of n. അതവിടെ കാണുന്നില്ലേ? Find the value of n കാണുന്നുണ്ടോ? ഈ 5 ചോദ്യത്തിനും ഇപ്പൊ തന്നെ ആൻസർ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. ചെയ്താടെ വെച്ചോളൂ ആൻസർ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ യൂട്യൂബിൽ വരുന്നതാണ്. ആ 1 മണിക്കൂർ യൂട്യൂബിൽ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ പ്രതികരിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര പേരാണോ ടൈപ്പ് ചെയ്ത് ആൻസർ അയക്കുന്നത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കളുടെയും കൂടി ശ്രദ്ധയ്ക്ക് USSന്റെ ക്ലാസ് കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ വെക്കേഷൻ സമയത്തിന് ഞങ്ങൾ NMMSയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് എന്തായാലും USS എഴുതുന്ന കുട്ടികൾക്ക് ഇത് സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് എഴുതാൻ പറ്റില്ല എന്നല്ലാതെ ബാക്കിയുള്ള കുട്ടികൾക്ക് എഴുതാം. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള വരുമാന പരിധിയൊക്കെ നോക്കിയിട്ടാണ് എഴുതുന്നതെങ്കിലും താല്പര്യമുള്ള കുട്ടികൾക്ക് ആ ക്ലാസ്സിൽ, മാത്സിൻ്റെ ക്ലാസ്സിൽ തുടക്കത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഇപ്പോഴേ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാം. ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും വിജയം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.